നമസ്കാരം, ഞാൻ പരമേശ്വർ നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന മെയ് മാസത്തിലെ മകം പൂരം ഉത്രം കാല് ചിങ്ങക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ ഈ വരുന്ന മെയ് മാസത്തിലെ ചിങ്ങക്കൂറുകാരുടെ ഫലത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ 15-ാം തീയതി വരെ സൂര്യൻ 9-ലാണ് നിൽക്കുന്നത്. 9-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എങ്കിൽ പോലും 10-ലേക്ക് വരുമ്പോൾ, അതായത് 15-ാം തീയതിക്ക് ശേഷം 10-ലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 9-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പലവിധ ദുരിതങ്ങൾ വന്നു ചേരുക, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അപമാനം ഉണ്ടാവുക. അപമാനം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ തൊഴിൽപരമായിട്ട്, അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ടുള്ള 10-ാം ഭാവത്തിലേക്ക് സൂര്യൻ വന്നു ചേരുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി ലഭിക്കുവാനായിട്ടുള്ള നല്ല സൂചനയുണ്ട്. അപ്പോൾ ജോലി ഇല്ലാത്തവർ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. 15-ാം തീയതിക്ക് ശേഷം നല്ല ഫലത്തെ സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നു. കർമ്മസിദ്ധി വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവവേദ്യമായിട്ട് വരുന്ന ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 8-ലാണ് ചൊവ്വ നിൽക്കുന്നത്. 8-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലമല്ല സൂചിപ്പിക്കുന്നത്. 9-ൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള അപമാനം എന്ന മോശഫലത്തെ ഇവിടെയും സൂചിപ്പിക്കുന്നു. അപമാനം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പൊ ഈ ഫലത്തിന് 8-ൽ നിൽക്കുമ്പോഴും 9-ൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ടും ചൊവ്വയെ കൊണ്ടും ഒക്കെ ഈ മോശഫലത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഈ മോശമായിട്ടുള്ള ഫലത്തിന് ഫലപ്രാപ്തി കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 11-ാം തീയതി വരെ 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് പക്ഷേ ചിങ്ങക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓരോ ഗ്രഹങ്ങൾ ഓരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലങ്ങളാണ്. മോശഫലങ്ങളും ഉണ്ടാവും, നല്ല ഫലങ്ങളും ഉണ്ടാവും. അപ്പോൾ ബുധൻ 8-ൽ നിൽക്കുന്നത് വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ വരുന്നൊരു സൂചനയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ജോലിയിലൊക്കെ ഇന്റർവ്യൂവിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ നല്ല ഫലത്തെയാണ് 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഗൃഹസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ സന്താന സുഖം അനുഭവിക്കുക, സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം അനുഭവിക്കുക, ധനപുഷ്ടി വന്നു ചേരുക, മനസന്തോഷം വന്നു ചേരുക. വളരെ നല്ല ഫലമാണ് 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് 11-ാം തീയതി വരെ. 11-ാം തീയതിക്ക് ശേഷം 9-ലേക്ക് വരുമ്പോൾ രോഗദുരിതങ്ങളാണ് പറയുന്നത്. എന്തായാലും എല്ലാവരും ഉറ്റുനോക്കുന്നതായിട്ടുള്ള ഒരു ഫലം വ്യാഴമാറ്റത്തെ കുറിച്ചാണ്. മെയ് 1-ാം തീയതി തന്നെ 9-ൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം 10-ലേക്ക് വരുന്നു. 9-ൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ട് ചിങ്ങക്കൂറുകാർക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഫലമായിരുന്നു ഈ ഒരു വർഷ കാലയളവിൽ ഇതിനു മുന്നേ സൂചിപ്പിച്ചിരുന്നത് എങ്കിൽ, അതായത് 9-ൽ നിൽക്കുമ്പോൾ നമ്മളിലേക്ക് ഭാഗ്യങ്ങൾ വന്നു ചേരുക, ആജ്ഞാസിദ്ധി ഉണ്ടാവുക, സന്താന ലാഭം, സന്താന സുഖം, ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു ഗംഭീര ഫലം ഈശ്വരാധീനം ഉള്ള കാലയളവിനെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത് എങ്കിൽ മെയ് 1-ാം തീയതി ഈ വ്യാഴമാറ്റത്തോടുകൂടി 10-ലേക്ക് വരുമ്പോൾ 9-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 10-ലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. കർമ്മ വൈകല്യം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവേദ്യമായിട്ട് വരാതിരിക്കുക. അതേപോലെ തന്നെ വിചാരിക്കാതെ ഈ ഒരു വർഷക്കാലയളവിനുള്ളിൽ നമുക്ക് തൊഴിലിടത്ത് നിന്ന് ട്രാൻസ്ഫർ ലഭിക്കുന്ന ഒരു ഫലത്തെയൊക്കെ സൂചിപ്പിക്കുന്നു. ധനപരമായിട്ടും ചെലവ് കൂടുന്നൊരു ഫലത്തെയാണ് 10-ലേക്ക് വ്യാഴം വരുമ്പോൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ 10-ലേക്ക് വരുന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്കൊന്നും പോകാൻ സാധിച്ചു എന്ന് വരില്ലല്ലോ. നമ്മളുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക, നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക. സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ മനസ്സ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ 10-ലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ടുള്ള മോശഫലത്തെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. 19-ാം തീയതി വരെ ശുക്രൻ 9-ലാണ്. ഭാഗ്യസ്ഥാനമാണോ 9 എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. നല്ല ഭാഗ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക, വിചാരിക്കാതെ തന്നെ ധനലാഭം വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. 9-ൽ നിൽക്കുന്ന ശുക്രൻ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 19-ാം തീയതി വരെ. 19-ാം തീയതിക്ക് ശേഷം 10-ലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലമല്ല. കലഹം ഉണ്ടാവുക, അപമാനം ഉണ്ടാവുക. കലഹം ഉണ്ടാവുന്നതും അപമാനം ഉണ്ടാവുന്നതും നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. ഒരു പരിധിവരെ കലഹം ഉണ്ടാവുന്നത് നമ്മളുടെ വാക്കുകൾ നിമിത്താവും. അപ്പോൾ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ
ഇടപെടാതിരിക്കുക. അപമാനം ഉണ്ടാവാനായിട്ടുള്ള സൂചനയുണ്ടെന്നും കൂടി മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഫലത്തിന് കുറച്ച് ഫലപ്രാപ്തി കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള സൂചനയുണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം സൂര്യനെ കൊണ്ടും ചൊവ്വയെ കൊണ്ടും ശുക്രനെ കൊണ്ടും ഇപ്പൊ ഈ അപമാനം എന്ന മോശ ഫലത്തെ സൂചിപ്പിച്ചു. 7-ലാണ് ശനി നിൽക്കുന്നത്. 7-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ദുർജനങ്ങളായിട്ടുള്ള സംസർഗം ഉണ്ടാവുക. അതായത് നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് ഇടവരിക. നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ അത്ര നല്ല ഫലമല്ലല്ലോ. അതേപോലെ തന്നെ ദൂരദേശ യാത്രയൊക്കെ ഉണ്ടാവുക, അലച്ചിലുണ്ടാവുക, കുറച്ച് മോശഫലത്തെയാണ് ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്തായാലും ചിങ്ങക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ അതിനെല്ലാം മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. നാമസങ്കീർത്തനം യസ്യ സർവപാപത്രനാശം എന്നാണ് പറയുന്നത്. നാമസങ്കീർത്തനമാണ് ഈ കലികാലത്തിൽ ഏറ്റവും നമ്മളുടെ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം എന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 1872 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 1872 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.